എനിക്ക് പറയുമ്പോൾ ഒരു ഉദാഹരണം ഓർമ്മ വരും. ബനൂ ഇസ്രായേലില് ഖാദിമാരുണ്ട്. ഖാദിമാര് പലതരക്കാരായി മാറി. കൈക്കൂലി വാങ്ങുന്ന ഖാദിമാർ. പല സ്ഥലത്തും പല നഗരങ്ങളിലെ ഖാദിമാരെ പറ്റി എനിക്കൊക്കെ കൃത്യമായി വിവരം തന്നെ ഉണ്ട്. മാസം ഓല് ഉറപ്പിച്ചു കൊടുക്കും. മാർക്കറ്റില് ഉള്ള ചില കച്ചവടക്കാർ, ഞാൻ ഈ കച്ചവടക്കാരെ കുറ്റം പറഞ്ഞെന്ന് പറയാതെക്കാനാ എന്ത് തരം കച്ചവടക്കാരാന്ന് പറയാത്തത്. ചില കച്ചവടക്കാര് ഖാദിയാരെടുത്ത് ഒരാഴ്ച മുമ്പ് തന്നെ വന്നിട്ട് പറയും, ഇന്ന ദിവസം പെരുന്നാളായാല് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷാണ് എന്ന് പറഞ്ഞ് നല്ല ഒരു ഹദിയ കൊടുക്കും. അങ്ങനെ ആകുമ്പോ മാസം കാണാൻ സാധ്യത ഉള്ള ദിവസം മാസം കണ്ടാലും അവർ പിറ്റേന്ന് പെരുന്നാളാന്ന് പ്രഖ്യാപിക്കൂല ചിലരങ്ങനെ. ഇനി മാസം കാണൂല എന്ന് ഉറപ്പുള്ള ദിവസമാണ്, ആരും കണ്ടിട്ടില്ലെങ്കിലും ഇവരെ വക നല്ല ഒരു കവറൊക്കെ കയ്യിൽ കനുള്ളത് കിട്ടിയപ്പോ അതിനനുസരിച്ച് നാളെ പെരുന്നാളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരും ഉണ്ടാകണം. ബനൂ ഇസ്രായേൽ ഈ മാതിരി ഖാദിമാരുടെ അനീതിയും അഴിമതിയും ശക്തിയായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയച്ച കാര്യം തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. എന്താന്നല്ലേ, ഒരു മലക്ക് അവിടെ ഒരു പബ്ലിക് കിണറുണ്ട്. കണ്ടുപടി ഉണ്ടായിരുന്ന ഒരു പബ്ലിക് കിണറൊക്കെ. ഇപ്പൊ പിന്നെ റോഡ് സൈഡിലുള്ള അങ്ങനത്തെ കിണറുകളൊക്കെ പോയല്ലോ. അപ്പൊ ആ പബ്ലിക് കിണറിന്റെ അടുത്ത് നാട്ടിലുള്ള ആളുകൾ അവരുടെ പശുവിനി ആടിനി ഒക്കെ വെള്ളം കുടിപ്പിക്കാനും വീട്ടിലേക്കുള്ള വെള്ളം കോരി കൊണ്ടുപോകാനും ഒക്കെ വരും. അല്ലാഹു തആല ഈ ഖാദിമാരെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു മലക്കിനെ നല്ലൊരു കുതിരപ്പുറത്ത് ഈ കിണറിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഈ കിണറിന്റെ അടുത്ത് മലക്ക് കുതിരപ്പുറത്ത് ഇങ്ങനെ വന്ന് അവിടെ കുറെ നേരം നിന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് നല്ലൊരു പശുവും ഒരു പശുവിന്റെ കുട്ടിനിയായിട്ട് ഒരു കാക്ക ഇവിടെ വെള്ളം കോരാൻ വന്നു. അങ്ങനെ വെള്ളം കോരി പശുവിനും കുട്ടിക്കും ഒക്കെ കൊടുത്ത് അയാൾക്ക് ആവശ്യമുള്ള വെള്ളം പാത്രത്തിലുമാക്കി തിരിച്ചു പോകുമ്പോ ഈ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കുതിരന്റെ കയറും പിടിച്ചിട്ട് ഈ പശുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പശുവിന്റെ മുതലാളിനോട് പറഞ്ഞു, ഈ പശുവിന്റെ കുട്ടി എന്ന് നിങ്ങൾ പറയണ കുട്ടി എന്റെ കുതിരന്റെ കുട്ടിയാണ്. അയാള് പറഞ്ഞു, ഇത് എന്തൊരു ബുദ്ധിശൂന്യതയാണ്, കുതിരക്ക് എങ്ങനെ പശുക്കുട്ടി ഉണ്ടാവും? മലക്ക് മനുഷ്യരൂപത്തിലാ. ആ മനുഷ്യരൂപത്തിലുള്ള മലക്ക് പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഇത് എന്റെ കുതിര പ്രസവിച്ച കുട്ടി തന്നെയാണ്. അവിടെ വെള്ളം കുടിപ്പിക്കാനൊക്കെ വന്ന ചില ആളുകൾ അവിടെ വന്നിട്ട് ഈ പശുവിന്റെ ഉടമക്ക് അനുകൂലമായി പറഞ്ഞു, അല്ലാണ്ട് ഞങ്ങൾക്ക് കണ്ടാ തിരിയില്ല, ഇത് പശുവിന്റെ കുട്ടിയാണ്, പിന്നെ ഇത് കുതിരന്റെ കുട്ടിയാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ആരോഗ്യമുണ്ട്, നിങ്ങളടുത്തൊരു വലിയ കുതിര ഉണ്ട്, ഈ അഹങ്കാരം പറിച്ചില്ല, അത് പറ്റൂല, ഇതാ പാവം മനുഷ്യന്റെ പശുവും ആ പശുവിന്റെ കുട്ടിയാണ്. ഇയാള് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഇയാള് പറഞ്ഞു, ഇത് എന്റെ കുതിരന്റെ കുട്ടി തന്നെ, ഇത് ഞാൻ ഏത് കോടതിയിലും ഏത് കാതിന്റെ അടുത്തും തെളിയിക്കാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ പശുവിന്റെ ഉടമക്കും അവിടെ കൂടിയ ആളുകൾക്കും തോന്നി, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇയാളോട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഒരു കാതിയാരെടുത്ത് ചെല്ലുമ്പോ കാതിയാർക്ക് നേരെ കണ്ടുകൊണ്ട് നോക്കിയാൽ തന്നെ തിരിയല്ലോ ഇത് പശുവിന്റെ കുട്ടിയാണ്, കുതിരന്റെ കുട്ടിയല്ല. അപ്പൊ നാളെ ഖാദിയാരെടുത്ത് പോക എന്നുള്ള തീരുമാനത്തിൽ അന്ന് പിരിഞ്ഞു. ഈ പശുവിന്റെ കുട്ടീനെ തൽക്കാലം ഒരു മൂന്നാമത്തെ ഒരാളെടുത്ത് ഏൽപ്പിക്കുക എന്നും തീരുമാനമായി. പിറ്റേന്ന് ഖാദിയാരെടുത്ത് പശുവിന്റെ കുട്ടീനെ കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ ഈ ഖാദിയാരെടുത്ത് എത്തേണ്ട സമയത്തിന്റെ മുമ്പ് ഈ മലക്കിന്റെ രൂപത്തിൽ വന്ന മനുഷ്യൻ നല്ല ഒരു പണത്തിന്റെ കെട്ടുമായിട്ട് ഖാദിയാരെടുത്ത് എന്ന് പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു കേസുണ്ട്, നിങ്ങൾ ആ പശുക്കുട്ടിനിയായിട്ട് വരുമ്പോ എന്തു പറയണം, ഇത് പശുവിന്റെ കുട്ടിയല്ല കുതിരന്റെ കുട്ടിയാണ് എന്ന് പറയണം.
പൈസന്റെ കെട്ടൊക്കെ ഇങ്ങനെ കൈപിടിച്ച് നോക്കിയപ്പോ കാതിയാർക്ക് ബോധ്യപ്പെട്ടു, ഇതിപ്പോ ഈ പൈസ കിട്ടാൻ ഇത് പറയല്ലാതെ നിർവാഹമില്ല. സംഗതി പശുവിന്റെ കുട്ടീനെ കുതിരന്റെ കുട്ടിയാന്ന് പറഞ്ഞാൽ ആരെയും സമ്മതിക്കും. പക്ഷെ കാതിയാര് പറഞ്ഞാൽ പിന്നെ മറുവാക്കില്ലല്ലോ. അങ്ങനെ പിറ്റേന്ന് ആ കാതിയാരെടുത്ത് തന്നു. കാതിയാർ ഈ പൈസന്റെ കെട്ടൊക്കെ വാങ്ങിയിട്ട് വിധി നേരത്തെ തന്നെ തീരുമാനിച്ചതാ, പ്രഖ്യാപിച്ചതാ. അയാൾ പറഞ്ഞു ഇത് കുതിരന്റെ കുട്ടിയാണ്. പക്ഷെ അവിടെ കോടതിയിലുണ്ടായിരുന്ന ആളുകളും ഈ പശുവിന്റെ ഉടമയും സമ്മതിച്ചില്ല. അത് കോടതി പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. രണ്ടാമത്തെ ഒരു കാതിന്റെ അടുത്ത് പോകുക എന്നായി അപ്പുള്ള തീരുമാനം. ഈ രണ്ടാമത്തെ കാതിന്റെ അടുത്ത് ഈ മലക്ക് ഇതേപോലെ ചെന്നിട്ട് പൈസന്റെ കെട്ടൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ വിധിക്കണം, കുതിരന്റെ കുട്ടിയാണ്. അങ്ങനെ രണ്ടാമത്തെ കാതിയാരെടുത്ത് വരെ ചെന്നപ്പോഴേക്ക് അയാൾക്ക് പൈസ കൊടുത്ത അയാളെ റെഡിയാക്കിയിട്ടുണ്ട്. അയാളും പറഞ്ഞു ഇത് കുതിരന്റെ കുട്ടിയാ, പശുവിന്റെ കുട്ടിയല്ല. അപ്പൊ പിന്നെ നേരത്തെ പശുവിന്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞോലെ എന്നെ കുറെ ആള് പിന്മാറി തുടങ്ങി. രണ്ടു കോടതിയും കൂടി അങ്ങനെ പറയുമ്പോ പിന്നെ ഇപ്പൊ ഇത് പശുവിന്റെ കുട്ടിയാവോ? എന്നാ ഞമ്മക്ക് എന്തോ താറാറ് കാഴ്ചയിലുള്ളതേക്കും. ആട്ടിനെ വെട്ടിയാക്കാന്നറിയണത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ളതാണല്ലോ. അതിനൊക്കെ ഒരുപാട് ഉദാഹരണം നമുക്ക് ഇന്നത്തെ ഉദാഹരണം പറയാനുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ ഓരോ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങുന്നുള്ളതുകൊണ്ട് ഞാൻ പറയണില്ല. അവസാനം ഏതായാലും മൂന്നാമത്തെ ഒരു കാതിയാരും കൂടി സമീപിക്കുക. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ടല്ലോ, ഖിദർ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും തമ്മിൽ യാത്ര പോകുമ്പോ ആദ്യത്തെ കരാറ് തന്നെ എന്താ? ലാ തസ്അൽനി അൻ ശൈഇൻ ഹത്താ ഉഹ്ദിസലക മിൻഹു ദിക്റ. ഞാൻ അങ്ങോട്ട് പറയുന്നവരെ എന്നോടൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. അങ്ങനെ കപ്പലിലാണ്ട് കയറിയതോടുകൂടി ഖിദർ നബി അലൈഹി സ്വലാം കപ്പലിന്റെ പുറത്തേക്ക് കാണുന്ന നല്ല ഭംഗിയുള്ള സ്ഥലം പെയിന്റൊക്കെ അടിച്ച് മൊഞ്ചായ സ്ഥലമൊക്കെ ഈ ഹാമർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മേടി ഇഞ്ഞെളുക്കാൻ തുടങ്ങി. പടച്ചോനെ, മൂസാ നബിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഈ ആൾക്കാർ നമ്മളെ കയറ്റി ഈ കടൽ കൂടെ കൊണ്ടുപോകും, എന്നിട്ട് ഓലെ കപ്പല് കേടുവരുത്താണല്ലോ ഈ കാക്ക എന്ന് വരെ തോന്നാവുന്ന രീതിയിൽ ആളുകൾക്കൊക്കെ തോന്നൽ തുടങ്ങി. ഈ കപ്പല് തന്നെ ഇപ്പൊ പൊളിയും. മൂസാ നബി അലൈഹി സ്വലാമിനോട് ആൾക്കാർ എന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് ഇടപെടാഞ്ഞാല് ഈ കപ്പലിപ്പൊ പൊളിഞ്ഞ് നമ്മളൊക്കെ മുങ്ങി ചത്തുപോകും. മൂസാ നബി അലൈഹി സ്വലാം നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളൊന്നും അപ്പൊ ഓർമ്മ വന്നില്ല. ലാ തസ്അൽനി എന്ന് പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കരുത്. മൂസാ നബി എന്നിട്ട് ചോദിച്ചല്ല, എന്താണ് പിന്നെ നിങ്ങൾ കപ്പല് പൊളിക്കണ്? എന്നോട് ഞാൻ പറഞ്ഞിനല്ലോ, എന്നോടൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. അപ്പൊ മൂസാ നബിക്ക് മനസ്സിലായി നേരത്തെ ഒരു കരാറുണ്ട്, ഒന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. സോറി, ഞാൻ ചോദിച്ചത് മാപ്പാക്കണം. പിന്നെ കുറെ അങ്ങോട്ട് ചെന്നിട്ട് ഖുർആൻ തന്നെ അൽ കഹ്ഫ് തന്നെ പറഞ്ഞു തരികയാണ്. കുട്ടികളിങ്ങനെ കളിക്കണ കൂട്ടത്തില് ഒരു കുട്ടീനെ അങ്ങോട്ട് പിടിച്ചിട്ട് നമ്മളെ ഈ അണ്ടി ഇരിയണ മാതിരി ഉടലിന്ന് തല കെട്ട് തിരിച്ചു കെട്ട് എടുത്ത് അണ്ടാക്കി. ചോനെ മൂസാ നബി അലൈഹി സ്വലാമിന് സഹിക്കാൻ പറ്റിയില്ല. ഖതൽത നഫ്സൻ സകിയ്യതൻ ബിഗൈരി നഫ്സിൻ ലഖദ് ജീത ശൈഅൻ നുക്റാ. നിങ്ങൾ ചെയ്തത് അങ്ങേ അറ്റത്തെ ദ്രോഹമായിപ്പോയി, ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. ഖിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, അലം അഖുല്ലക, ഞാൻ എന്നോടല്ലേ പറഞ്ഞു എന്നോടൊന്നും ചോദിക്കരുത്. അപ്പൊ മൂസാ നബി പറഞ്ഞു, 2 വട്ടം അബദ്ധം വന്നു, ശരിയാണ്, ഇനി ഉണ്ടാവൂല. ഇനി 3-ാം വട്ടം ഉണ്ടായാല് ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്ത അപ്പൊ എന്നെ പിരിച്ചിട്ടോളി എന്ന് പറഞ്ഞു. അപ്പൊ ഖിദർ നബി പറഞ്ഞു, 3 വട്ടം അതിപ്പോ അതിന്റെ ഒരു സ്വഭാവമാണല്ലോ, 1-ഓ 2-ഓ വട്ടമൊക്കെ അബദ്ധം ഉണ്ടാവുമ്പോ മാപ്പാക്കി കൊടുക്കുക. 3-ാം വട്ടം ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ അപ്പൊ ഇയാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ഇവർ യാത്ര ചെയ്ത് അവശരായി ഏതോ നാട്ടിലെത്തുമ്പോ അവിടെ ഒരു മതിൽ പൊളിഞ്ഞാടാൻ ഒരുങ്ങണു. ഈ നാട്ടുകാരോട് മൂസാ നബി ഖിദർ നബി പറഞ്ഞു, ഞങ്ങൾ യാത്ര ചെയ്ത് വല്ലാതെ ക്ഷീണിച്ച് ഭക്ഷണമില്ല വെള്ളമില്ല, കുറച്ച് ഭക്ഷണമോ വെള്ളമോ ഒക്കെ തരണം എന്ന് പറഞ്ഞു. ഖുർആൻ പറഞ്ഞു. പിന്നീട് തുർക്കിക്കാരായ അന്താക്കിയക്കാർ വന്നിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു എന്നാ ഖുർആനിലെ ഒരു പുള്ളി നമ്മളെ വകങ്ങൾ കൂട്ടിത്തന്ന അങ്ങക്ക് എന്ത് വേണമെങ്കിലും തരാം. എന്താണത്?
ഫഅബൗ എന്ന് പറഞ്ഞതിനെ ഫഅതൗ അതൗ അയ്യുളയ്യിഫൂഹുമാ സൽക്കരിക്കാൻ ആ നാട്ടുകാർ തയ്യാറായി എന്നാകും. അപ്പൊ പക്ഷെ ഇപ്പോഴുള്ളത് അബൗ അയ്യുളയ്യിഫൂഹുമാണ്. ഈ അതിഥികളായ ആളുകൾക്ക് ഒരല്പം ഭക്ഷണം കൊടുക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് അവരുടെ നാടിന് തന്നെ പേരുദോഷാണ്. ഇതൊന്ന് മാറ്റി കിട്ടാൻ അബൗന്ന് അത്തൗന്നാക്കാൻ എന്ത് മതി? ആ ബാവിന് ഒരു പുള്ളി താഴെ ആദ്യം തന്നെ ഉണ്ട്. ആ പുള്ളിന്റെ കൂടെ ഒന്നുകൂടി കൊടുത്തിട്ട് മേലെന്ന് താഴെന്ന് മേലേക്ക് ഇട്ട് കൊടുത്താൽ അബൗന്ന് പറഞ്ഞ് അത്തൗന്നാകും. വളരെ ചെറിയ പണിയാ. ഖുർആന്റെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ലോകാവസാനം വരെ നിലനിൽക്കും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അതിന്റെ പ്രൊട്ടക്ഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്യാരണ്ടി ചെയ്തതാണ്. ആ നാട്ടുകാർ ഇവർക്കൊരു മുറുക്ക് വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായില്ല. വിശന്ന് ക്ഷീണിച്ച് അപ്പോഴാ ഈ മതിൽ പൊളിഞ്ഞാടാങ്ങുന്നത് കാണുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ഹിദ്ർ നബി പറഞ്ഞു, നമുക്ക് വേഗം ഈ മതിൽ നന്നാക്കണം. ഇതും കൂടി ആയപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്താ ഇപ്പൊ ഇത്, ഒരു മുറുക്ക് വെള്ളം പച്ചവെള്ളം ചോദിച്ചിട്ട് തരാത്ത നാട്ടുകാരെ പൊളിഞ്ഞാടണം, മതിൽ നന്നാക്കി കൊടുക്കാനാ അപ്പൊ നിങ്ങളെ പുറപ്പാട്? നബി പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വ ബൈനി. ഇനി നമ്മൾ തമ്മിൽ ഒക്കൂലട്ടോ. 3 വട്ടായി. ഞാൻ ആ കഥ വിശദീകരിക്കുന്നല്ല, ഞാൻ പറഞ്ഞു വന്നത് 2 കാദിമാരും പശുക്കുട്ടീനെ കുതിരക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് വിധി പറഞ്ഞപ്പോ ഏതായാലും 2 വട്ടായില്ലേ. 3ാമത്തെ ഒരു കാദിയാരെടുത്ത് പോകാൻ. 3ാമത്തെ കാദിയാരെടുത്ത് ഇതുപോലെ പോണതിന്റെ മുമ്പ് അവിടെ എല്ലാവരും കൂടി എത്തേണ്ട സമയം വരുന്നതിന്റെ മുമ്പ് തന്നെ മനുഷ്യരൂപത്തിലുള്ള ഈ മലക്കൊരു പൈസന്റെ കെട്ടുവയറ്റി തന്നിട്ട് ഇങ്ങനൊരു വിഷയമുണ്ട്. നേരത്തെ 2 കാദിമാരും പശുക്കുട്ടി കുതിരന്റെ കുട്ടിയാണ് എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട്, നിങ്ങളും ഇത് കൊടുക്കണം എന്നറിഞ്ഞ ഈ കെട്ട് അവിടെ വെച്ചു. കാദിയാർ ആ കെട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് വന്ന ആളെ മൊത്തം ഒരൊറ്റ അടി അങ്ങോട്ട്, ഗെറ്റ് ഔട്ട്, പോടാ പുറത്ത്. എനിക്ക് ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാൻ നേരല്ല. അല്ല, ആലോചിക്കാൻ നേരല്ല പറഞ്ഞാൽ കഥയർക്ക് എന്താ തിരക്ക് കഴിച്ചു. എന്റെ അടുത്ത് വേറൊരു കേസുണ്ട്, ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാം. എന്താ കേസ് ചോദിച്ചു. ഈ മനുഷ്യരൂപത്ത് വന്ന മലക്ക് കാദിയാരോട് ചോദിച്ചു, എന്താ കേസ് ചോദിച്ചു. കാദിയാര് പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഓൻ ഇന്നലെ മുതൽ ഹൈലുണ്ടായിരുന്നു. അത് മനസ്സിലാണില്ലേ? ഒരു 25 വയസ്സുള്ള ചെറുപ്പക്കാരപ്പം അടുത്ത് പെണ്ണിട്ടിയോയാണ്. ഓനും കൂട്ടി ഓന്റെ പുരക്കാർ ഇന്നലെ വന്നണ്. ഇവൻ ഇന്നലെ മുതൽ ഹൈലുണ്ടായി, അതുകൊണ്ട് ഇനി നിസ്കരിക്കാൻ പറ്റുമോ, പള്ളിയിൽ പോകാൻ പറ്റുമോ എന്നുള്ള മസല ചോദിച്ചിട്ട് ഞാൻ ഇന്ന് മസല പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഈ മലക്ക് കാദിയാരോട് ചോദിച്ചു, ഈ എന്ത് ഹംക്കാണ്, ആണുങ്ങൾക്ക് ഹൈലുണ്ടാവും? ഇത് മലക്ക് ചോദിച്ചപ്പോ അപ്പോ ഈ മനുഷ്യരൂപത്ത് വന്ന മലക്കിന്റെ മാറിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, ഈ എന്നെക്കാളും വലിയ ഹംക്ക പശുവിന്റെ കുട്ടി ഉണ്ടാവും, കുതിരക്ക്. ആണിന് അയലുണ്ടാകണത് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ കുതിരക്ക് പശുക്കുട്ടി ഉണ്ടാവും എന്നുള്ളത് ആരാ വിശ്വസിക്കുക? അതോടുകൂടി മലക്ക് ശരിയായ രൂപത്തിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ട് കാദിയാരോട് പറഞ്ഞു, കാദിമാരെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പരീക്ഷണം വിജയിച്ചിരിക്കുകയാണ്. ഖാദിയാനി ഫിന്നാരി വഖാദിൻ ഫിൽ ജന്ന. 3 വിഭാഗം ഖാദിമാരുണ്ട്. അതിൽ 2 വിഭാഗം ഖാദിമാരും നരകത്തിന്റെ അർഹരാണ്, അഹ്ലുകാരാണ്. എന്നാൽ 1 വിഭാഗം ഖാദിമാര് മാത്രമേ സ്വർഗത്തിന്റെ അഹ്ലുകാരുള്ളൂ. ആ സ്വർഗത്തിന്റെ അഹ്ലുകാരായ ഖാദി ആരാണെന്നറിയാമോ? ഖാദിൻ അറഫൽ ഹഖ്ഖ വഹകമ ബിഹി. സത്യം സത്യമായി മനസ്സിലാക്കി ആ സത്യം അനുസരിച്ച് മാത്രം വിധിച്ചു. മറ്റുള്ള എല്ലാ താല്പര്യങ്ങളും, അത് രാഷ്ട്രീയ താല്പര്യമായാലും ഗ്രൂപ്പ് താല്പര്യമായാലും സാമ്പത്തിക താല്പര്യമായാലും അതൊന്നും ചെയ്യാതെ ഹക്ക് ഹക്കായി മനസ്സിലാക്കി ആ ഹക്കനുസരിച്ച് വിധിക്കുന്ന ഖാദിയാണ് വഖാദിൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ കടക്കുന്ന ഖാദി എന്ന് പറയുന്നത്.
എന്നാൽ മറ്റ് രണ്ട് വിഭാഗം ഖാദിമാരാരാണെന്നറിയാമോ? ഖാദിൻ അറഫ അൽ ഹഖ വലം യഹ്കും ബിഹി. ഖാദിയാർക്ക് വസ്തുത എന്താണ്, സത്യം എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ നന്നായിട്ടറിയാം. പക്ഷേ ആ ഖാദി മറ്റുള്ള താല്പര്യങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് സത്യത്തിനെതിരായി വിധിച്ചു. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടും സത്യത്തിനെതിരെ വിധി പറയുന്ന ഖാദി നരകത്തിന്റെ അഹലുകാരനാണ്. നരകത്തിന്റെ അഹലുകാരായ രണ്ടാമത്തെ വിഭാഗം ഖാദി ആരാണെന്നറിയാമോ? ഖാദിൻ ലാ യഅരിഫുൽ ഹഖ വയഹ്കുമു ബിഗൈരിൽ ഹഖ്. അയാൾക്ക് സത്യമായിട്ട് അറിയൂല, എന്നിട്ട് ആ ജഹാലത്ത് കൊണ്ട് അറിയാതെ കാര്യങ്ങളിൽ വിധി പറയുന്ന ഖാദിയാണ്. പ്രിയപ്പെട്ടവരെ, ബനൂ ഇസ്രായേലിൽ നടന്ന സംഭവമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് സ്വഹീഹായി വന്ന ഹദീസിലും ഈ ഹദീസ് കാണാം. ഖാദിയാനി ഫിന്നാരി വ ഖാദിൻ ഫിൽ ജന്ന.